രക്ഷിതാക്കളും നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കോച്ചിങ് സെൻറ്ററുകളും തമ്മിൽ വലിയൊരു ഡീലുണ്ട്. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാം. ഞങ്ങളൊരു കുട്ടിക്ക് കരിയർ കൗൺസിൽ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടി പറയാണ്, സാറേ MBBS-ഉം നീറ്റും ഒന്നും എൻ്റെ ഏരിയ അല്ല എന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് ആ കരിയർ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല. കാരണം ഏതൊരാൾക്കും ആ കുട്ടിയുടെ സ്കോർ ഷീറ്റും പെർഫോമൻസൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ഈ കുട്ടി ഒരിക്കലും MBBS-ന് പോകേണ്ട ആളല്ല, മറ്റു പല ഫീൽഡിലേക്കും പോകേണ്ട ആളാണെന്ന് മനസ്സിലാവും. ഈ കുട്ടി പറയുന്ന കാര്യം, സാറേ ഞാൻ ഈ വിഷയം വീട്ടിൽ അവതരിപ്പിച്ച സമയത്ത് എൻ്റെ വല്യമ്മ കരയുക പോലും ചെയ്തതെന്നാണ്. അപ്പോൾ ഈ കുട്ടി ഡോക്ടർ ആവണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് ആ വല്യമ്മയാണ്. നമ്മുടെ നാട്ടിലെ പാരൻറ്റിന് പറ്റുന്ന വലിയൊരു അബദ്ധം, അവർ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഒരു ഡോക്ടറെ കണ്ടിട്ടുണ്ടാവും, വീടുണ്ടാക്കുന്ന സമയത്ത് ഒരു എൻജിനീയറെ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റിനെ കണ്ടിട്ടുണ്ടാവും, വിദേശയാത്ര നടത്തുന്ന സമയത്ത് മിക്കവാറും പൈലറ്റിനെ അതല്ലെങ്കിൽ ക്യാബിൻ ക്രൂ സ്റ്റാഫിനെയൊക്കെ കണ്ടവരായിരിക്കും. അപ്പോൾ ഈ ഒരു ലിമിറ്റഡ് ലോകപരിചയം വെച്ചിട്ടാണ് എൻ്റെ കുട്ടി എന്താവണം എന്നുള്ള തീരുമാനത്തിലേക്ക് അവരെത്തുന്നത്. എന്ന് മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്ക് തന്നെ മിക്കവാറും ഈ മെഡിസിനും അതല്ലെങ്കിൽ എൻജിനീയറിങ്ങോ ഇപ്പോൾ കാണുന്ന CA CMA ഇതിനപ്പുറം എന്തെങ്കിലും കരിയർ ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് അറിയ പോലുമില്ല. ഇതിൻ്റെ അർത്ഥം നമ്മുടെ കുട്ടികൾ മെഡിസിനും എൻജിനീയറിങ്ങിനും പോകണ്ട എന്നല്ല. ഇന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും പെർഫോമിംഗ് ആയിട്ടുള്ള കരിയർ ഓപ്ഷനുകളിൽ നമ്പർ 1 ടെക്നോളജി അല്ലെങ്കിൽ എൻജിനീയറിങ്, പിന്നെ മെഡിസിന്, ഫിനാൻസ്, ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു അബദ്ധം പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ലോകത്തെല്ലാ മനുഷ്യന്മാരും ഈ 3 കരിയറിലേക്ക് ഫിറ്റ് ഇൻ ചെയ്യണം എന്ന് പറയുമ്പോഴാണ് ആസ് എ പാരൻറ്റ്, ആസ് എ ടീച്ചർ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് ലോകത്തുനിന്ന് അവൈലബിൾ ആയിട്ടുള്ള കരിയർ ഓപ്ഷനുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിലേക്കുള്ള ഒരു എക്സ്പോഷർ കൊടുക്കുക എന്നുള്ളതാണ്.